ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL 17ാം സീസണിൻ്റെ പ്ലേ ഓഫ് ചൂടിലേക്ക് IPL മത്സരങ്ങൾ അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ടീമുകൾ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. IPLന് പിന്നാലെ T20 വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിനാൽ എല്ലാ ടീമുകളും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടാതെ മിക്ക ടീമുകളും തങ്ങളുടെ വേൾഡ് കപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. IPL കളിക്കുന്ന ഇംഗ്ലണ്ട് താരങ്ങൾ തങ്ങളുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇത് പോയിന്റ് പട്ടികയിൽ പ്ലേ ഓഫിലേക്ക് ലക്ഷ്യം വെച്ചുള്ള ടീമുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. യോഗ്യത നേടാൻ തയ്യാറെടുത്ത ടീമുകൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. വേൾഡ് കപ്പിന് മുന്നോടിയായി 4 T20 മത്സരങ്ങളാണ് ഇംഗ്ലണ്ട് പാകിസ്ഥാനെതിരെ കളിക്കുന്നത്. അത് മെയ് 22-ന് ആരംഭിക്കും. ഈ സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ താരങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. IPL കളിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് താരങ്ങളെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പർമാരായ കൊൽക്കത്തയുടെ ഫിൽ സോൾട്ട്, രാജസ്ഥാൻ റോയൽസിൻ്റെ നെടുന്തൂണായ ജോസ് ബട്ട്ലർ തുടർച്ചയായ വിജയങ്ങളിലൂടെ IPL ഗംഭീര തിരിച്ചറിവാണ് RCB നടത്തിയിരിക്കുന്നത്. RCBയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് വിൽ ജാക്സും ബോളർ റീസ് ടോപ്ലിയും ഇംഗ്ലണ്ടിലേക്ക് തിരിക്കും. കൂടാതെ ചെന്നൈയുടെ ഓൾറൗണ്ടറായ മൊയിൻ അലി. ഈ ടീമുകൾക്കാണത് കൂടുതൽ ബാധിക്കുക. കൂടാതെ പഞ്ചാബ് തുടങ്ങിയ ടീമുകളിലും താരങ്ങളുണ്ട്. അവരൊക്കെ എലിമിനേറ്റ് ആയതുകൊണ്ട് ടീമുകളെ അധികം ബാധിക്കുകയില്ല. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ. IPL ഉപേക്ഷിച്ച് പോകുന്ന താരങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് താരം പറയുന്നത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് BCCയുമായി ചർച്ച നടത്തിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ തീരുമാനത്തിന് മാറ്റം വന്നില്ല. സീസൺ മുഴുവൻ കളിക്കുന്നതിനാണ് പണം നൽകുന്നത്. കളിക്കാതെ വന്നാൽ പിഴ ഈടാക്കണം. IPLൽ നിന്ന് വിട്ടുനിൽക്കുന്ന ക്രിക്കറ്റ് ബോർഡുകൾക്കും പിഴ ഈടാക്കണമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ബോർഡുകൾക്കും BCCI കമ്മീഷൻ നൽകുന്നുണ്ട്. സീസൺ മുഴുവൻ കളിക്കാമെന്ന ഫ്രാഞ്ചൈസികൾക്ക് ഉറപ്പ് നൽകിയിട്ടാണ് താരങ്ങളെത്തുന്നത്. അത് ഉടൻ തന്നെ പിന്മാറിയാൽ അത് തിരിച്ചടിയാണ്. ബോർഡുകൾക്ക് ലഭിക്കുന്ന ഈ 10% കമ്മീഷൻ വേറെ ഒരു ലീഗിൽ നിന്നും ലഭിക്കുന്നില്ല. ഇതിനുള്ള കടപ്പാട് BCCയോട് കാണിക്കണമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ നിൽക്കുന്ന ടീമുകളെ ആയിരിക്കും ഇത് ബാധിക്കുക. എന്നിരുന്നാലും എല്ലാ ടീമുകൾക്കും റിസർവ് താരങ്ങളുണ്ട്. വലിയ പ്രശ്നമില്ല. എന്നിരുന്നാലും ടീമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ടീം കോമ്പിനേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ താരങ്ങൾക്ക് പകരം പുതിയൊരു പ്ലെയർ എത്തുമ്പോൾ എത്രമാത്രം ടീമിനെ സപ്പോർട്ടീവ് ആകുമെന്ന് കണ്ടറിയണം. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഈ താരങ്ങളെ എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്നതും ടീമുകൾക്ക് വെല്ലുവിളിയാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.